ഹായ് ഹലോ. ഡൂട്ടാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താമസിച്ചു പോയി കേട്ടോ. താമസിച്ചു പോയതിൻ്റെ കാരണം വേറൊന്നുമല്ല. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു പണി ഇന്ന് തീർത്ത് വെച്ചു. വലിയ പണി എന്ന് പറഞ്ഞാൽ മുളക് പൊടിച്ചു. 3 ദിവസമായിട്ട് അത് കഴുകി ഉണക്കലായിരുന്നു. എന്തായാലും അത് നന്നായിട്ട് ഉണങ്ങി കേട്ടോ. അന്ന് ഇപ്പോഴത്തെ ഇവിടുത്തെ വെയിലത്ത് എത്ര പെട്ടെന്ന് ഉണങ്ങുമെന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് ഉണങ്ങി. അപ്പം മുളക് നന്നായിട്ട് ഉണങ്ങിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ കൊണ്ടുപോയി അങ്ങ് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മെഷീൻ വലുതായിട്ട് ചൂടായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഭയങ്കര ചൂടുള്ള മെഷീനകത്ത് ഇട്ട് പൊടിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങ് കരിഞ്ഞു പോകുന്ന മാതിരി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ കൊണ്ടുപോയി അത് പൊടിച്ചിട്ട് വന്നു. അപ്പം മുളക് പൊടിക്കാൻ പോയത് കൊണ്ട് ഞാനന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റായി. അപ്പം മുളക് പൊടിച്ച് കൊണ്ടുവന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനി ഒരു 7-8 മാസത്തിന് മുളക് പൊടിയുടെ ടെൻഷനില്ല. അപ്പോൾ മുളക് പൊടിയെല്ലാം തണുക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് എൻ്റെ കൂട്ടുകാരുണ്ടോ? ഇന്ന് ഇടിയപ്പം കടലക്കറിയാണ്. കുറേ ദിവസമായില്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇടിയപ്പം കടലക്കറിയാണ്. അപ്പം ഈ ഇടിയപ്പം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. കാരണം വെച്ചാൽ എന്താണെന്നറിയാമോ? ഈ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ്. രാവിലെ തിളച്ച വെള്ളത്തിൽ കുഴച്ച് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനകത്ത് വെച്ചിട്ട് തിരിച്ചെടുത്തൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഈ ടാസ്ക് എടുക്കാറില്ല. പക്ഷേങ്കിൽ ഇന്ന് ശരി കുറേ നാളായി ഇടിയപ്പം കഴിച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഇടിയപ്പം കേട്ടോ. ഇടിയപ്പവും കടലക്കറിയോ മുട്ടക്കറിയോ എന്തായാലും എനിക്കിഷ്ടം. അല്ലെങ്കിൽ വെറും ഇടിയപ്പം അതിൻ്റെ കൂടി ഇച്ചിരി എന്താ പറയുന്നത് പഞ്ചസാര ഇട്ടിട്ട് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തെ അപ്പൂസിന് പാ സമയം. പിന്നെ അപ്പൂസിന് വേണ്ടി മാത്രം എളുപ്പം ഇച്ചിരി മാവ് സെപ്പറേറ്റ് എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് അവന് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്ത് രണ്ടാമത് ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. രാവിലെ വെറുതെ ചുമ്മാ എൻ്റെ കൂട്ടുകാരോട് കുറച്ച് കുശലം പറയാമെന്ന് വിചാരിച്ച് വന്നേ കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാന്ന് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടിയപ്പം കടലക്കറിയും കൂടെ ഒന്ന് കൂട്ടി കഴിക്കട്ടെ. എൻ്റെ കൂട്ടുകാർക്ക് ഇടിയപ്പം ഇഷ്ടമാണോ? ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് ഇടിയപ്പം ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ, സീ യു.